എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഇങ്ങനത്തെ ഒരു പൂ ഉണ്ടാക്കാം. ഇതിനേക്കാൾ വലിയ പൂവെല്ലാം നമ്മൾ ഉണ്ടാക്കിയതല്ലേ, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പുതിയ പുതിയ ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഇതാ നമുക്ക് കുറച്ച് ചെറിയ കുഞ്ഞു പൂവാക്കാം. ഇതിന് വേണ്ടുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതുപോലത്തെ കോൺക്രീറ്റ് വാങ്ങാൻ കിട്ടും. അത്രയൊന്നും പൈസ ഉണ്ടാവില്ല. ഇതിനെ കൊണ്ടാണ് ഇപ്പോൾ ആക്കുന്നത്. ഞാൻ ഇതിലൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇത് വേണ്ടേ, ഉള്ളിൽ പൂമ്പൊടി പോലെ ഒന്ന് വെക്കാൻ അതിന് വേണ്ടി ഇത് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കഷ്ണം, പിന്നെ പശ വേണം, നൂല് വേണം, നമുക്ക് ഈ ഗോൾഡൻ കമ്പി ഇത് വേണം, പിന്നെ കത്രിക കഷ്ണം ഞാൻ മുറിച്ചെടുത്തതുണ്ട്. പിന്നെ നമുക്ക് ഇത് വേണം, പച്ച പേപ്പറാണ്, നമുക്ക് തണ്ടിന് ചുറ്റി കൊടുക്കാനാണിത്. പിന്നെ ഇത് നമുക്ക് ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റിൻ്റെ പച്ചയാണിത്. ഇത് ഉണ്ട് രണ്ടെണ്ണം ഇല അത്ര. എന്നാലും നമുക്ക് തുടങ്ങാം. എന്നാലും നമുക്കൊരു ഇതുപോലെ ഒരു കാർഡ്ബോർഡ് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ചും ഇതിങ്ങനെ വെച്ചിട്ട് മുറിക്കാൻ. 5 തല വേണ്ട, 5 എണ്ണയും വേണ്ട. ഒന്നാക്കി രണ്ടാമത്തതാക്കുന്ന രണ്ടെണ്ണ. ഞാൻ ഒന്നുകൂടെ എടുക്കാം. നമുക്കിനി ഇത് ഒട്ടിച്ചെടുക്കാം. ഇത് രണ്ട് ഭാഗം 2 തരം ഉണ്ടാവില്ല. അത് നോക്കിയിട്ട് കളറിലാവാൻ നോക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ചാൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ചാൽ മതി. ഫുള്ള് അങ്ങോട്ടാക്കണ്ടാകുമ്പോൾ അത് കുറച്ച് ഇടുന്ന് അങ്ങോട്ടാക്കിയാൽ മതി. എല്ലാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വിഷമമില്ലൊന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ആർക്കും ഒരു വിഷമം ഉണ്ടാവില്ല. ഇതെല്ലാം ആക്കാൻ പെട്ടെന്ന് ആക്കിയെടുക്കാം. എല്ലാം ആക്കിയാൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തങ്ങ് വെച്ചാൽ കണ്ടു നിന്ന് പോവാണ്. അത്ര നല്ല മനോഹരമായിരിക്കും ഇതെല്ലാം. നാലെണ്ണേ, ഇനി ഒന്നുകൂടെ ഉണ്ട്. എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. 2 ഭാഗത്തുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അഞ്ച് ഒട്ടിച്ചു. ഇനി നമുക്കിങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം.
ഉണ്ടല്ലേ അതാ അതുപോലെ ഞാൻ കുറേ എണ്ണം ആക്കി വെച്ചതുണ്ട് അതാ ഇതുപോലെ ആക്കി വെച്ചത് കണ്ടില്ല ഇതൊന്നും ഒരു പണിയേ ഇല്ല. അപ്പോൾ നമുക്കിങ്ങനെ ഗോൾഡൻ കമ്പി എടുത്തിട്ട് ഒരു കഷ്ണം എടുക്കാം. ഇന്ന് തണ്ടിന് ചുറ്റണമെങ്കിൽ ദേശം നീളം വേണ്ടേ, അതിന് വേണ്ടി എടുത്തത്. അട്ടൻ ഒന്ന് ചെറുങ്ങനെ ഇതുപോലെ മടക്കിയാണ് ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ചുവപ്പ് കളറിലേത് വയ്ക്കാൻ നല്ല രസമായില്ലേ. ചെറിയ കഷ്ണം മതി, ഇതിനായിട്ടൊന്നും വേണ്ട, പാൽത്തുണി മതി. നിങ്ങൾക്ക് ഈ ചുവപ്പല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഏതെങ്കിലും കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ആക്കാം. നീല വേണം നീലയാക്കാം, ഏത് ഈ മഞ്ഞൾക്ക് ചേരുന്ന ഏത് കളറും ആക്കാം. ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാൻ ഒരുപാട് തരം പൂക്കൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇനി ആക്കണം. കൈവേദന ഉണ്ടാകുന്ന ഇങ്ങനെ മടിച്ച് നിൽക്കണം. പൂക്കളെ മറക്കാൻ എനിക്ക് ആവുകയില്ലല്ലോ. ഞാൻ തിരിച്ചിങ്ങനെ വന്നത് തന്നെ ഈ പൂക്കളിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയൊന്നുമില്ല. മുറിക്കലാർക്ക് പറ്റാതെ ഇങ്ങനെ പെട്ടെന്ന് ഒരു വേദന വരുന്നതാണ്. ശരി, മെല്ലെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു പറഞ്ഞത് മാറിയിട്ടില്ലെങ്കിലും നമുക്ക് ഇത് ഇതാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനൊരു ഹോളുണ്ടല്ലോ, ഇതാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ച ഉണ്ടല്ലോ, പേപ്പറാണ്, തുണിയായാലും മതി, ലൈനിങ്ങിൻ്റെ തുണിയായാലും മതി. ഇപ്പോൾ എളുപ്പത്തിന് ഈ പണിയായില്ല മക്കൾ. ഇനി കുറച്ച് പശ പറിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിയാൽ മതി. ഇത്രയും മതി. ഒരു ഇലയാക്കണ്ടേ നമുക്ക്. നമുക്ക് രണ്ടിലക്ക് മതി. ഇല വേണമെന്ന് നിങ്ങൾക്ക് അധികം വേണമെന്ന് നിങ്ങൾക്ക് ആക്കാം. അതേപോലെ എന്താ രണ്ടെണ്ണമുണ്ട്, ഇതേപോലെ ഞാൻ നടക്കുക നടക്കിയിട്ട് നമുക്ക് ശരിക്കും കാണുന്നില്ലേ ഞാൻ മുറിക്കുന്നത്.
അതിനേക്കാൾ വൃത്തിയിലാക്കാൻ ആക്കിക്കോ. ഞാനിത് ഇങ്ങനെ ആക്കിയെന്നേ ഇല്ലേ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതെ എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടായിട്ടുള്ളത് ഇന്ന് ഒന്ന് മാത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ആക്കിയതാണ്. നമുക്ക് ഇതാ നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പ് ചുള്ളിക്കമ്പ് എടുത്താൽ മതി. ഇറുക്കിലോ ചുള്ളിക്കമ്പോ നല്ല തടിയിൽ ഇറുക്കിലാണെങ്കിൽ ഇറുക്കിലെടുത്താലും മതി. എന്നിട്ട് ഇങ്ങനത്തെ ഇതിൽ തന്നെ ഒരു കഷ്ണം മുറിച്ചിട്ട് ഇനി ഇതാ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ. ഞാൻ വേറെ എടുത്തിട്ടില്ല, ഇത് കാണുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാനിത് ചുള്ളിക്കമ്പ എടുത്തിന് എന്താ കണ്ടില്ലേ. പിന്നെ പിന്നെ ഇത് മുറിച്ചിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഈ തണ്ടിന് ചുറ്റിയ മാതിരി ഇനി ചുറ്റി കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഞാൻ ഇതുപോലെ ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ. ഇതാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഇലയും കൂടെ ഇതിന് ആക്കിയിട്ട് ഒട്ടിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി കൂടെ കെട്ടിക്കൊടുത്താൽ മതി. ഇവിടെ ഇളകിപ്പോകുന്നതിന് തൽക്കാലം ഇപ്പോൾ കെട്ടുന്നില്ല, അത് ഒട്ടുന്നുണ്ടല്ലേ. വേണമെങ്കിൽ കെട്ടിക്കൊടുത്തോ. ഇനി നമുക്ക് നല്ല നല്ല പൂക്കൾ ഉണ്ടാക്കണം. കൈയൊന്ന് ശരിയാകുമ്പോൾ എല്ലാം ഞാൻ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല പൂവെല്ലാം ആക്കണത്രേ. നമുക്ക് ഇനി അടുത്തത് നമുക്ക് വാഴയില കൊണ്ട് ഉണ്ടാക്കിയിട്ട് കാണിക്കാം. വാഴയില അതിന് വലിയ പണിയില്ലല്ലോ. പാളയാകുമ്പോൾ ഒരുപാട് പണിയുണ്ട്, കൈ വേദനിക്കൂലേ. ഇതാ ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇതാ ഇത് നമുക്ക് നിറയെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്കത് സെറ്റ് ചെയ്തിട്ട് ഒരു നല്ല പാത്രം, നമ്മളെ പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം ഉണ്ടല്ലോ, അതിന് നല്ല അത് ഞാൻ അതിലിട്ടിട്ട് ഷോർട്ട് വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആക്കിയത് അതിൽ സെറ്റും ചെയ്തിട്ട് വെച്ചാൽ നല്ല മനോഹരമായി കുറേ എണ്ണം ആക്കി ഇതെല്ലാം പോലെ ഇതെല്ലാം കണ്ടില്ലേ. അതുപോലെ അതിൻ്റെ വലുത് ഇതായി കുറച്ചും കൂടെ പണിയുണ്ട്. നമ്മൾ ഇനി ഇതൊന്നും ആക്കിയിട്ടില്ലല്ലോ ഇപ്പോൾ. ഇതെല്ലാം ആക്കാൻ പണിയുണ്ട്, കുറച്ച് പണിയുണ്ട് ഇതിനെല്ലാം. പലതരം പൂക്കൾ ഇവിടെ എല്ലാം കാണുന്നില്ലേ. ഇതൊന്നുമല്ല ഒരുപാട് പൂ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ആക്കിയതാണ്. നിറയെ ഉണ്ടായിരുന്നു മുമ്പേ. അതെല്ലാം നമ്മ കൊടുത്തത്, മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. ഇനി മനസ്സിലായില്ല എല്ലാവർക്കും. എന്നാൽ ഇതുകൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട്, നല്ല വീഡിയോ ആയിട്ടാണ് നീ വരല്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം.